ഇത് കണ്ടോ, ഒരുത്തനും ഡ്രീം ജോബ് ഒഴിവാക്കി റിസൈൻ ഇട്ട്. കാരണം എന്താ പറയുക, ഓനെന്തോ ഇൻഡിഗോയിൽ ജോലി ചെയ്യുന്ന ഒരു ചങ്ങായ ഫ്ലൈറ്റിൽ പെട്ടെന്ന് വരുന്നേക്കും ഓൻ ടൈ കെട്ടാൻ മറന്നുപോയി. അപ്പോൾ അവൻ്റെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന് ഓനോട് പറഞ്ഞ് ടൈ കെട്ടാതെ കയറിയോണ്ട് ഇനി ഈ ജോലിക്ക് കയറണ്ട, ഡ്യൂട്ടിക്ക് കയറണ്ട, എനിക്ക് എൻ്റെ കാല് പൊടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഇനി ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓനൊരു ചായ ഇൻസൾട്ട് ചെയ്ത് ഓനൊരു ചായ ഒരു വിലം കൽപ്പിക്കാത്ത രീതിയിൽ അങ്ങനെ അയാൾ പെരുമാറി. ഓനപ്പം തന്നെ എന്താക്കി ഇൻഡിഗോൻ്റെ ഇതിലേക്ക് മെയിൽ അയച്ചു, ഓൻ റിസൈൻ ചെയ്തെന്നുള്ള മെയിൽ അയച്ചിട്ട് ഓൻ ജോലി ഒഴിവാക്കി പോവാണ്. എന്താല്ലേ അവിടുന്ന് തിരിച്ച് റിപ്ലൈ വരുമ്പോൾ എന്താ കാരണം അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ആ ഉയർന്ന ഉദ്യോഗസ്ഥന് അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്തു ഈ കമ്പനി. ഇതേമാതിരിയാണ് ചില കമ്പനികൾ. ഓൻ പറയുന്നുണ്ട് കമ്പനി കാര്യമൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇതിലുള്ള ചില സ്റ്റാഫുകൾ അവരെ അങ്ങനത്തെ ബിഹേവിയർ നമുക്ക് വല്ലാതെ എടുക്കുക, നമുക്ക് ചില മനസ്സിന് കൊള്ളും ചെയ്യും, നമുക്ക് അങ്ങനെ അവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നു. ഇങ്ങനെ ചില കമ്പനികളുണ്ട്, അവിടുത്തെ സ്റ്റാഫുകളേക്ക് ബാക്കിയുള്ള താഴ്ന്ന സ്റ്റാഫുകളെ വേറെ ഉപദ്രവിക്കുക, ഓലെ പരിഗണിക്കാതെ ഓരോ വെറും അവഗണിക്കുക, ഒരു വിലയും കൊടുക്കാതെ ഇങ്ങനെ പെരുമാറുന്ന ചില മുതലാളിമാർ കമ്പനി ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് അവിടെയുള്ള ഉയർന്ന സ്റ്റാഫുകളുണ്ടല്ലോ, താഴ്ന്ന സ്റ്റാഫുകളെ ഒരു പരിഗണിക്കാതെ ഇങ്ങനെ ഒരു പട്ടീൻ്റെ വില കാണിക്കുന്ന ഒരു സ്റ്റാഫുകളുണ്ട്, ചില ചറ്റകളുണ്ട് ഇങ്ങനത്തെ ഇല്ലേ. എന്താല്ലേ അപ്പോൾ നമ്മളെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുക, അവിടെ ഇഷ്ടമുള്ള ജോലി ചെയ്യുക. നമുക്കൊരു വില കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കരുത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലി ചെയ്ത് നോക്കാം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാതെ മനസ്സിന് മടുപ്പിച്ച് ഒരു ജോലി ചെയ്തിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം അവിടെ നമ്മളില്ല, അല്ലേ.